എന്തുകൊണ്ടാണ് സ്ക്വിന്റ് അഥവാ കോങ്കണ്ട് ഉണ്ടാവുന്നത് നോക്കാം. ബാ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും നമുക്ക് കോങ്കണ്ണ് വരിക. അതിൽ ഫസ്റ്റത്തെ ടൈപ്പ് കണ്ണിന്റെ കാഴ്ചക്കുറവുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ക്വിൻ്റാണ്. നമ്മുടെ കണ്ണിനൊരു പവർ ഉണ്ട്, പക്ഷെ ആ പവർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ലെൻസോ കണ്ണടയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ പവർ മൂലം വരുന്ന സ്ക്വിൻ്റ്, കണ്ണട കൊടുത്ത് കാഴ്ചക്കുറവ് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്വിൻ്റും റിവേഴ്സിബിൾ ആവും. ഏറ്റവും കൂടുതൽ സ്ക്വിൻ്റ് ഉണ്ടാക്കുന്ന റിഫ്രാക്റ്റീവ് എറർ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ ഉള്ളവർക്ക് അകലെയുള്ളത് കാണാൻ പറ്റും, പക്ഷെ അവർക്ക് അടുത്തുള്ളത് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. രണ്ടാമത്തെ മോസ്റ്റ് കോമൺ റീസൺ ഹൈ മയോപ്പിയാണ്. അവർക്ക് ദൂരെയുള്ളത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, അടുത്തുള്ളത് ക്ലിയർ ആയി കാണാൻ പറ്റും. മൂന്നാമത്തെ ടൈപ്പ് അസ്റ്റിഗ്മാറ്റിസം ആണ്. ഇത് അത്ര കോമൺ ആയിട്ട് സ്ക്വിൻ്റ് ഉണ്ടാക്കുന്ന ഒരു റിഫ്രാക്റ്റീവ് എറർ അല്ല. നാലാമത്തെ ഒരു റീസൺ ആയിട്ട് പറയുന്നതാണ് അനൈസോമെട്രോപ്പിയ. രണ്ട് കണ്ണിലോ അല്ലെങ്കിൽ ഒരു കണ്ണിലോ നിങ്ങൾക്ക് പവർ ഉണ്ടാവും, പക്ഷേ രണ്ട് കണ്ണിലും എമൗണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു കണ്ണിൽ ഭയങ്കര കൂടുതലും ഒരു കണ്ണിൽ ഭയങ്കര കുറവുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കുറവുള്ള കണ്ണിൽ നിന്നുള്ള ഇമേജിനെ ആയിരിക്കും ബ്രെയിൻ പെർസീവ് ചെയ്യുക. മറ്റേ കണ്ണിനെ ബ്രെയിൻ കൺസിഡർ ചെയ്യാതെ ആ കണ്ണ് ലേസി ആയിട്ട് സ്ക്വിൻറ്റിംഗ് ഐ ആയിട്ട് മാറും. ഇനി രണ്ടാമത്തെ സെറ്റ് ഓഫ് റീസൺ പാർട്ട് 2. ഇതിൽ കണ്ണിലെ ഞരമ്പുകളുമായിട്ടും മസിലുകളുമായി ബന്ധപ്പെട്ടായിരിക്കും നമുക്ക് കോങ്കണ്ണ് വരിക. എല്ലാ മസിലുകളെയും ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞരമ്പുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഞരമ്പിന് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യുന്ന മസിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ മസിലും അതുപോലെ ഞരമ്പുകളും എല്ലാം ഫുള്ളി ഹെൽത്തി ആയിരിക്കും, പക്ഷെ നമ്മുടെ ബ്രെയിനിന് ഇതിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവില്ല. ഡൗൺ സിൻഡ്രോം, സെറിബ്രൽ പാൾസി ഇതുപോലുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മുടെ ബ്രെയിനിന് കൃത്യമായിട്ട് കണ്ണിനെ നിയന്ത്രിക്കാനുള്ള എബിലിറ്റി ഉണ്ടാവില്ല. കണ്ണിനുള്ളിലുള്ള എക്സ്ട്രാ ഓക്കുലർ മസിൽസിനും പാർഷ്യൽ ആയിട്ടുള്ള പാരസിസോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പാരാലിസിസോ ഉണ്ടാവാം. ഇത്രയും പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു റീസൺ കൊണ്ടാവാം നമുക്ക് കോങ്കണ്ണ് വരിക. അതിൻ്റെ കൃത്യമായിട്ടുള്ള റീസൺ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒപ്റ്റിക്കൽ ട്രീറ്റ്മെൻറ്റുകളിലേക്കും അതുപോലെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്കും മാറാം. നിങ്ങൾക്ക് ഈ കാഴ്ചക്കുറവുകൾ കൊണ്ട് വരുന്ന സ്ക്വിൻ്റ് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ബൈ.